നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2026 പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ ആൽഫയുടെ എല്ലാ സെന്ററുകളുടെയും ഭാരവാഹികളുടെ യോഗം ജനുവരി 22 വ്യാഴാഴ്ച രാവിലെ കൊച്ചി ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ 2026 നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമയപരിമിതി കണക്കിലെടുത്ത് ഹ്രസ്വമായി അവതരിപ്പിക്കണമെന്ന് ഭാരവാഹികളോട് അഭ്യർത്ഥിച്ചു. ആൽഫ എടമുട്ടം തറവാട്ടിൽ സന്ദർശനത്തിനെത്തിയ സാമൂഹ്യ പ്രവർത്തകയും CSR കൺസൾട്ടന്റുമായ അനേക പോളിന് സ്നേഹോഷ്മള സ്വീകരണവുമായി ആൽഫ ആശിഷ് കെയർ ഹോം അംഗങ്ങൾ വരച്ചും നിറം പകർന്നും മനോഹരമാക്കിയ ആശംസാ കാർഡുകളുമായാണ് അവർ അനേകയെ സ്വീകരിച്ചത്. ആൽഫ ഡയാലിസിസ്, ഫിസിയോതെറാപ്പി വിഭാഗം എന്നിവിടങ്ങളും സന്ദർശിച്ച അവർ ഉപാസനയിലെ പ്രാർത്ഥനയിലും പങ്കെടുത്തു. ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർധന കുടുംബങ്ങൾക്ക് മാസം തോറും നൽകി വരുന്ന പെൻഷൻ വിതരണം എടമുട്ടം ആൽഫ ട്രസ്റ്റ് ഓഫീസിൽ നടത്തി. സെക്രട്ടറി വിമല വേണുഗോപാൽ നേതൃത്വം നൽകി. മാള ഹോളി ഗ്രേസ് പോളിടെക്നിക് കോളേജിൽ ആരിഷ് ക്ലബ് ഉദ്ഘാടനം ആൽഫ മാള സെന്റർ പ്രസിഡന്റ് AA അഷ്റഫ് നിർവഹിച്ചു. പരിപാടികൾക്ക് ശേഷം അധ്യാപകൻ അജിൽ കുമാറിനോടൊപ്പം ക്ലബ് അംഗങ്ങൾ ആൽഫ പാലിയേറ്റീവ് കെയർ മാള സെന്റർ സന്ദർശിച്ചു. രക്ഷാധികാരി ഷീല ജോസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ആൽഫ മാള സെന്റർ സെക്രട്ടറി ലിസി ജോണി, കമ്മ്യൂണിറ്റി വെൽഫെയർ ജില്ലാ കോർഡിനേറ്റർ വിസ്മയ വേണുഗോപാൽ, മാള സെന്റർ കോർഡിനേറ്റർ ലൈജി സുധീർ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ അന്ന റോസ് എന്നിവർ നേതൃത്വം നൽകി. കൽപ്പറ്റ അച്ചൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരിഷ് ക്ലബ് രൂപീകരണവും NSS വോളണ്ടിയർമാർക്കായി പാലിയേറ്റീവ് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ആൽഫ കൽപ്പറ്റ സെന്റർ സെക്രട്ടറി M വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ രാമചന്ദ്രൻ, ട്രഷറർ ഡെൻസി ജോൺ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ സക്കീർ VP, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ സന്തോഷ്, റസീന, ക്ലബ് കോർഡിനേറ്റർ മനു എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.